സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ കൈപിടിച്ചുയർത്തിയ ധാരാളം അധ്യാപകരുണ്ട്. ഒന്ന് ചെറുമേൽ എലിസബത്ത് ടീച്ചർ തന്നെയാണ്. അപ്പോൾ ആദ്യകാലത്ത് സ്ലേറ്റിലെഴുതുന്നത് നല്ല അക്ഷരത്തിൽ. അപ്പോൾ ഞാൻ ഈ ചാക്കോ സാറിൻ്റെ കൂടെ മണ്ണിലിരുന്ന് എഴുതിയത് കൊണ്ട് കൈയക്ഷരം നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ 1-ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി മുന്നോട്ട് ഞാൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. പിന്നീട് 4-ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് ഞങ്ങൾ പേപ്പറിൽ എഴുതാൻ തുടങ്ങിയത്. അന്ന് ഈ മഷി മുക്കി എഴുതുന്ന നിബ്ബുള്ള പേനകളാണ്. അങ്ങനെ 5-ാം ക്ലാസ്സിലെത്തപ്പോൾ ഈ മഷി കൊണ്ട് എഴുതാൻ തുടങ്ങി. പിന്നീട് 6-7 ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുന്നു. ഞങ്ങൾക്ക് എല്ലാ 1-ാം വെള്ളിയാഴ്ചയും വൈകുന്നേരം സാംസ്കാരിക പരിപാടികളുണ്ട്. പാട്ട്, അതുപോലെ പ്രസംഗ മത്സരങ്ങൾ, കൊച്ചു കൊച്ചു നാടകങ്ങൾ, മിമിക്രികൾ, ഇങ്ങനെയുള്ള പല പരിപാടികൾ എല്ലാ മാസവും നടക്കും. പിന്നെ കയ്യെഴുത്ത് പ്രതിയുണ്ട്. സ്കൂളിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന കയ്യെഴുത്ത്. അക്കാലത്തുള്ളൊരു പ്രധാനപ്പെട്ട കുട്ടികളുടെ ഈ എഴുത്ത് വളർത്തിയെടുക്കുന്നുള്ള ഒരു സംവിധാനമാണിത്. അന്ന് നാരായണൻകുട്ടി മേനൻ എന്ന് പറയുന്ന ഒരു മലയാള അധ്യാപകരുണ്ട്. അതുപോലെ മലയാളം ടീച്ചറുണ്ട്, ഗൗരി ടീച്ചർ. അപ്പോൾ ഇവരെല്ലാം കൂടി ഞങ്ങൾ ഈ കാര്യത്തിൽ സഹായിക്കുകയും ഞാൻ ഏതാണ്ട് 7-ാം ക്ലാസ്സിലേക്ക് എത്തിയ മുതൽ എഴുതാൻ തുടങ്ങി. ഓരോ കൊച്ചു അതിൽ ഒരു സെൻറ്റൻസ് ഞാനിന്ന് ഓർക്കുന്നുണ്ട്. ഇത് ഇംഗ്ലീഷിലാണ്. ലേഖനം എഴുതാനായിട്ട് സാറ് പറഞ്ഞു, ആരോഗ്യത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനെഴുതി ഹെൽത്ത് ഈസ് ദ വെൽത്ത് ഓഫ് ദ നേഷൻ. അങ്ങനൊരു സെൻറ്റൻസ് എന്നെ തരുന്നു. അപ്പോൾ എന്നെ റോക്കി സാറ്, ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ, അന്ന് റോക്കി മാഷാണ് ഹെഡ് മാസ്റ്റർ, ഡാനിയൽ അച്ചാരുപറമ്പിൽ പിതാവിൻ്റെ, വരാപ്പുഴ രൂപത്തിൽ അച്ചാരുപറമ്പിൻ്റെ പിതാവ്. അദ്ദേഹം പറഞ്ഞു, തോമസ് എഴുതിയ ആ വാചകം കൊള്ളാം, അതിനൊരു അർത്ഥമുണ്ട്, പക്ഷേ അതിലെ സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുണ്ട് ഒത്തിരി. അതുകൊണ്ട് ഇനി സ്പെല്ലിങ് പഠിക്കണം. അതിന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഡിക്ഷണറി വാങ്ങിക്കണം, ഇംഗ്ലീഷ് ഡിക്ഷണറി വാങ്ങിക്കണം. ഓരോ ദിവസവും 10 വാക്കുകൾ, ഇഷ്ടമുള്ള 10 വാക്കുകൾ പഠിച്ച് അതിൻ്റെ അർത്ഥം, അതിൻ്റെ സ്പെല്ലിങ്, അതൊക്കെ പഠിക്കണം. ഞാൻ അങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി അന്ന് എൻ്റെ അപ്പനെ വാങ്ങിച്ചു തന്നു. ഞാൻ അന്നും ഇന്നും ഡിക്ഷണറി, എനിക്ക് ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഉണ്ട്, മലയാളം ഇംഗ്ലീഷ്, ഞാൻ ഡിക്ഷണറികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. പ്രസംഗ മത്സരത്തിൽ ഞങ്ങൾ 2 പേരാണ് എപ്പോഴും 1ഉം 2ഉം ആകുന്നത്. ഒന്ന് കമലാകര ബാബു, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം DYFIയുടെ നേതാവായി പിന്നീട് വളർന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും മത്സരിക്കുമ്പോൾ കമലാകര ബാബു 1ാം പ്രൈസെങ്കിൽ ഞാൻ 2ാം പ്രൈസ്, ഞാൻ 1ാം പ്രൈസെങ്കിൽ കമലാകര ബാബു. അപ്പോൾ ലേഖനം എഴുതുമ്പോഴും ഞങ്ങൾ തമ്മിലാണ് മത്സരം. ഏറ്റവും രസകരമായത്, ഞങ്ങളുടെ വാർഷികത്തിന്, ഞാനിന്നും ഓർക്കുന്നൊരു വാർഷികം, കൊച്ചി മഹാരാജാവ് വന്നതാണ്. അന്ന് ഇതുപോലെ പിന്നെ ടാറിട്ട റോഡല്ല, മൺ റോഡാണ്. ഇന്നത്തെ പോലെ കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലമില്ല. അപ്പോൾ രാജാവ് പെരുമ്പടപ്പ് കടത്തകടയിൽ വന്ന് അവിടെ നിന്ന് ചങ്ങാടത്തിൽ രാജാവിൻ്റെ കാറ് കയറ്റി കുമ്പളങ്ങിയിലേക്ക് കൊണ്ടുപോകും. കുമ്പളങ്ങിയിലേക്ക് അതിനു മുമ്പൊന്നും കാറൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കാറ് വരുന്നു, മുമ്പിലൊരാൾ ഒരു വടിയും പിടിച്ച് വർണ്ണപ്പകിട്ടയുടെ വസ്ത്രങ്ങൾ ധരിച്ച് വരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾ വിചാരിച്ച് ഇതാണ് രാജാ കൈകുപ്പി. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് രാജാവിരിക്കുന്ന കാറില്ല, പ്രായമായ ആളാണ്. പിന്നീട് അദ്ദേഹം സ്കൂളിൽ വരികയും അന്നത്തെ സമ്മേളനം 2 സ്റ്റേജിലാണ്. ഒരു സ്റ്റേജിൽ രാജാവ്, അതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെ പറമ്പിത്തറ മാസ്റ്റർ, അന്നത്തെ ഹെഡ് മാസ്റ്റർ, അദ്ദേഹത്തിന് 2ാം മുണ്ട് അരയിൽ കെട്ടി താഴെ തട്ടിലിരുന്നു. രാജാവ് കസേരയിൽ അലങ്കരിച്ച ഒരു കസേരയിൽ അദ്ദേഹം ഇരുന്നു. മറ്റൊരു സ്റ്റേജിൽ അന്നത്തെ അറിയപ്പെടുന്ന പ്രാസംഗികരായ മാത്യു ഉലകന്തർ സാർ, ദേവര കോളേജിലെ മലയാളം അധ്യാപകൻ ഉൾപ്പെടെയുള്ള ആളുകളിരുന്നു. അപ്പോൾ രാജാവിനെ, അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ കുമ്പളങ്ങിക്കാർ രാജാവിനെ കാണുന്നത് അപ്പോഴാണ്. ഞങ്ങൾ ഭയഭക്തിയോടുകൂടിയാണ് രാജാവിനെ സ്വീകരിച്ചത്. അപ്പോൾ ഹൈസ്കൂളിൽ ആ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ വാർഷികത്തിന് നാടകങ്ങൾ നടത്തും. അത് പ്രത്യേകിച്ച് 7, 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളാണ് നാടകത്തിന് ചെയ്യുന്നത്. അത് ഡിസംബർ മാസം വെക്കേഷൻ വരുമ്പോഴാണ് നാടകം പഠിക്കുന്നത്. കാരണം കോളേജിൻ്റെ വാർഷികം വരുന്നത് ജാനുവരി, ഫെബ്രുവരി, മാർച്ചിലാണ്. അപ്പോൾ ആ വെക്കേഷൻ കാലത്ത്, ഡിസംബർ വെക്കേഷൻ കാലത്താണ് ഞങ്ങൾ നാടകം പഠിക്കുന്നത്.
അന്ന് ഞങ്ങൾ അഭിനയിച്ചിരുന്ന നാടകം CL ജോസിൻ്റെ നാടകങ്ങളാണ്. അതിലൊരു നക്ഷത്ര വിളക്ക് ഞാനിന്ന് എൻ്റെ മനസ്സിലുണ്ട്. അതിൽ ഉമ്മച്ചിക്കുട്ടിയായിട്ട്, മുസ്ലിം കുട്ടിയായിട്ട് ഞാനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എന്നെ കാണാനെന്നൊരു മൊഞ്ചമുണ്ട് എന്നാണ് മാഷന്മാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വെക്കേഷൻ കാലത്ത് വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ സ്കൂളിൽ ചെല്ലും. ഈ നാടകം ഒരു 1-2 മാഷന്മാർ വന്നത് പറഞ്ഞു തരും. ഞങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചിട്ട് വരും. അപ്പോൾ അത് അഭിനയിക്കുന്ന ദിവസം ഞാനിങ്ങനെ മുഞ്ചുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയായി ചെല്ലുമ്പോൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ നാടകം വളരെ രസകരമായ നാടകമായിരുന്നു ഈ നക്ഷത്ര വിളക്ക്. അതുപോലെ പിന്നെ ഞങ്ങൾ കഥ എഴുതി അതിലൊരു കഥ എഴുതിയത് ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി കുമ്പളങ്ങി വരുന്നു, ഒരു പഞ്ചസാര ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് സെബാസ്റ്റ്യൻ, അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ വായിൽ ഈ പഞ്ചസാര ഉള്ളൊരു കുമ്പിൾ വെച്ചു, കടലാസിൻ്റെ കുമ്പിളിൽ പഞ്ചസാര വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിരുന്നു. അപ്പം ഞാൻ പ്രസംഗിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഒരു ഫാക്ടറി വരികയാണ്, നമുക്ക് അപ്പോൾ പഞ്ചസാര അന്ന് വലിയ പ്രധാനപ്പെട്ടൊരു എല്ലാ വീട്ടിലും പഞ്ചസാര ഇല്ല, അന്ന് ശർക്കരയാണ് അധികമായിട്ട് ശർക്കര ഉപയോഗിക്കുന്നത്. വളരെ സാമ്പത്തിക സൗകര്യം ഉള്ള വീട്ടിലെ പഞ്ചസാര ഉപയോഗിക്കാറുള്ളൂ. നമ്മുടെ പഞ്ചസാര ഫാക്ടറി, കരിമ്പിൽ നിന്നും പഞ്ചസാര ഫാക്ടറി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇയാൾ ചെവിപ്പൊടി ഇങ്ങനെ തിരിച്ചപ്പോൾ ഇയാൾ ഊതുമ്പോൾ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ ഊതി വരും. അപ്പം അങ്ങനെ ഞാനന്നൊരു കേന്ദ്രമന്ത്രിയായി അന്ന് ആ നാടകത്തിൽ അഭിനയിച്ച് ഞാൻ, കുമ്പളങ്ങിയിൽ ജനിച്ച് ഞാൻ പിന്നീട് കേന്ദ്രമന്ത്രിയായി ഡൽഹിയിലെത്തുകയും ഭക്ഷ്യമന്ത്രിയാവുകയും ചെയ്തു. അതൊരു നിയതിയുടെ നിയമമായിട്ട് ഞാൻ കാണുന്നത്. ഇതൊരു നിശ്ചയം, ഞാൻ പറഞ്ഞ ദൈവനിശ്ചയം എല്ലാ കാര്യത്തിലുണ്ട്. കുമ്പളങ്ങിയിൽ സ്കൂൾ കാലത്ത് കേന്ദ്രമന്ത്രിയായി അഭിനയിച്ച് ഞാൻ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയി വർഷങ്ങൾക്ക് ശേഷം ഒരു കേന്ദ്രമന്ത്രിയായി ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞ വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. എനിക്കൊരു ഷേപ്പ് നൽകിയത് കുമ്പളങ്ങിയിലാണ്. അന്നത്തെ അധ്യാപകർ അതിപ്രഗത്ഭരായ അധ്യാപകരാണ്. ഇപ്പോൾ അലക്സാണ്ടർ പ്രമത്ത് അന്നത്തെ BLT ആണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അതിമനോഹരമായ ഇംഗ്ലീഷാണ്. പിന്നീട് ഞാൻ തേവര കോളേജിൽ വന്ന് പി ചാക്കോ സാറിനെ പോലെയുള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ ഇംഗ്ലീഷ് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നും പറമ്പിത്ര മാഷിൻ്റെ ഇംഗ്ലീഷ് വെല്ലാനൊന്നും ഞാൻ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ല. ഇന്ദ്രജിത് ഗുപ്ത പാർലമെൻറ്റിൽ പ്രസംഗിക്കാറുണ്ട്, ശ്രദ്ധാപൂർവ്വം കേൾക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ പറമ്പിത്ര മാസ്റ്റർ എന്ന അധികായൻ, അദ്ദേഹം അന്ന് ഇംഗ്ലീഷിൽ നന്നായി പ്രസംഗിക്കും, ലേഖനങ്ങൾ എഴുതും. പല പത്രങ്ങൾക്കും അന്ന് ഇംഗ്ലീഷിൽ ലേഖനം എഴുതിയ പറമ്പിത്ര മാസ്റ്റർ. പിന്നെയാണ് KT റോക്കി, ഡാനിയൽ ചാരുപറമ്പിൽ പിതാവ്, വരാപ്പുഴ ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ്. നല്ല അധ്യാപകനാണ് അദ്ദേഹം. എല്ലാ വിഷയങ്ങളും എടുക്കും, സയൻസും ഇംഗ്ലീഷും കണക്കും ഏത് വിഷയത്തിലും പ്രഗത്ഭൻ. അതുപോലെ മാത്തമാറ്റിക്സ് എടുത്തത് ജോൺ സാറ്, തൈക്കൂട്ടത്തിൽ ജോൺ സാറ്. അന്ന ടീച്ചർ, ചരിത്രം എടുത്തിരുന്ന അന്ന ടീച്ചറിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ കൊച്ചിയിലെ ആദ്യത്തെ തദ്ദേശ മെത്രാൻ അലക്സാണ്ടർ എഴുത്തിൻ്റെ സഹോദരിയാണ്. അങ്ങനെ ഒത്തിരി പ്രഗത്ഭരായ അധ്യാപകരാണ് ഞങ്ങളെ പഠിപ്പിച്ച്, ഞങ്ങളെ വളർത്തി, ഞങ്ങൾക്ക് ജീവിതത്തിനൊരു ശൈലി നൽകിയത്. ഞാനന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഡ്രസ്സ് അപ്പനാണ് എടുത്തത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സല്ല, അന്നൊരു യൂണിഫോം ഒന്നുമില്ല, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. പക്ഷെ അവിടെ അവിടെ ഒരു ചോറിച്ചേട്ടൻ എന്ന് പറഞ്ഞ തുണി ചരക്ക് കച്ചവടക്കാരനുണ്ട്. തൊട്ടടുത്ത് തോമസ് ചേട്ടൻ എന്ന ഒരു തയ്യൽക്കാരനുണ്ട്. അപ്പം വന്നിട്ട് തോമസ് ചേട്ടനോട്, ഈ പിള്ളേർക്ക് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു, 2 പേർക്ക്, എനിക്ക് അനിയനും ഡ്രസ്സ് വേണം, ഞാൻ ചോറിയുടെ കടയിൽ പറഞ്ഞേക്കാം, അത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ കളസവും ഷർട്ടും എന്നാണ് പറഞ്ഞത്, നിക്കറ് ഷർട്ടും. അപ്പോൾ തോമസ് ചേട്ടൻ പോയിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള തുണിയെടുത്ത് ഷർട്ടും നിക്കറും ഒക്കെ അയക്കുക. അത് വള്ളി കളസമാണ്, ഷർട്ടും. ഇതിട്ടിട്ടാണ് ഞാൻ SSLC വരെ പോയത്. ഇത് കഴിഞ്ഞ് SSLC പരീക്ഷ എഴുതിയതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠൻ തേവര തിരുഹൃദയ കലാലയത്തിൽ ആദ്യ ബാച്ച് സ്റ്റുഡൻ്റാണ്, അന്നത്തെ ബയോളജിയുടെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അവിടെ പോസ്റ്റ് SSLC പരീക്ഷ SSLC കഴിഞ്ഞുള്ള ക്ലാസ്സുകളുണ്ട്, പോസ്റ്റ് SSLC ക്ലാസ്സുകളുണ്ട്. അത് പോയാൽ നിനക്കത് സ്കൂളും കോളേജും തമ്മിലുള്ള വ്യത്യാസം, സ്കൂളിൽ മലയാളത്തിലാണ് ഇംഗ്ലീഷ് പോലും എടുക്കുന്നത്, പക്ഷെ അതല്ല, നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം കോളേജിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ നിനക്ക് ആ 2 മാസത്തെ ക്ലാസ് ഗുണം ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ തേവര കോളേജിൽ കൊണ്ടുപോയി, പോസ്റ്റ് SSLC ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഡെയിലി അന്ന് പെരുമ്പടപ്പ് വന്ന് ബസ്സിന് കയറി പെരുമാനൂർ ചെന്ന്, പെരുമാനൂർ നടക്കണം, 1.5 കിലോമീറ്ററിൽ നടന്നാലേ തേവര എത്തത്തുള്ളൂ. നടന്നു പോയി രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള ക്ലാസ്സിൽ പങ്കെടുക്കും.
അപ്പോൾ അന്ന് ഞാൻ കണ്ടൊരു തേവര, അവിടെ എനിക്ക് കിട്ടിയ ഒരു പുതിയ ജീവിതം, അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ മറ്റൊരു മാറ്റമുണ്ടാക്കുന്നത്. ഞാൻ അവിടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ നിക്കറും ഷർട്ടും ഇട്ടാണ് പോകുന്നത്. ചെരുപ്പില്ല, ഷർട്ടിൻ്റെ അടിയിൽ ബനിയനില്ല, നിക്കറിൻ്റെ അടിയിൽ ഷഡ്ഡിയുമില്ല. അപ്പോൾ അവിടെ അച്ഛന്മാരാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഷഡ്ഡി വേണം, നിങ്ങൾക്ക് ബനിയൻ വേണം, നിങ്ങൾ ചെരുപ്പിട്ടുണ്ട് വേണം നടക്കാൻ. അങ്ങനെ അവിടെ 2 മാസക്കാലം ഇംഗ്ലീഷും മറ്റ് ഭാഷകളൊക്കെ പഠിച്ചു. അവിടെ വെച്ചാണ് വർഗീസ് സാർ, ഞങ്ങളുടെ കെമിസ്ട്രിയുടെ കരുത്തനായ മേധാവി എം വി വർഗീസ് സാറ്, അതുപോലെ പി ടി ചാക്കോ സാറ് ഇംഗ്ലീഷിൻ്റെത്, മാത്യു ഉലകന്തർ സാറ് മലയാളം, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ കേട്ടു. പിന്നീട് റിസൾട്ട് വന്നു 2 മാസം കഴിഞ്ഞപ്പോൾ. ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്കോട് കൂടി, അന്ന് ഫസ്റ്റ് ക്ലാസ്സൊക്കെ വളരെ കുറവാണ്, ഞാനന്ന് പോയിട്ട് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്ക് മുമ്പുള്ള 1 വർഷത്തെ കോഴ്സ്, സയൻസായിരുന്നു വിഷയം. അത് പഠിച്ച് എനിക്ക് മെഡിസിനോ എഞ്ചിനീയറിംഗ് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും അന്ന് എഴുതി ജയിക്കണം, മാർക്ക് മാത്രം പോരാ, എഴുതി ജയിക്കണം. എനിക്ക് എഴുതി ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ തന്നെ ചേരാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹിന്ദിയും അതുപോലെ തന്നെ മലയാളവും വിദ്വാൻ പരീക്ഷ പാസ്സായിരുന്നു. അന്ന് സ്വകാര്യമായിട്ട് പ്രൈവറ്റായിട്ട് നമുക്ക് ജയിക്കാം. അപ്പോൾ ഞാൻ വിദ്വാൻ പരീക്ഷ മലയാളത്തിലും ഹിന്ദിയിലും പാസ്സായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം മലയാളം പഠിക്കണമെന്നായിരുന്നു. അപ്പോൾ അത് കാരണം അന്ന് പ്രഗത്ഭരായ അധ്യാപകർ, മാത്യു ഉലകന്തർ സാറ്, ജോർജ് റിമ്പിയം സാറ്, അങ്ങനെ അതിപ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള വിഷയമാണ് മലയാളം. അപ്പോൾ ഞാൻ മലയാളത്തിൽ ചേർക്കാം. അന്ന് മലയാളം ഗ്രാജുവേഷനുണ്ട് അവിടെ തേവരയിൽ. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഞാൻ പ്രിൻസിപ്പളിനെ കാണാനായിട്ട് തീവള്ളച്ചനാണ്. അപ്പോൾ വർഗീസ് സാറ് ഈ കെമിസ്ട്രിയുടെ ഹെഡ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു പിന്നെ മലയാളമാണ് ഇഷ്ടം. അപ്പോൾ വർഗീസ് സാർ അവിടെ ഇരുന്ന് പറഞ്ഞു, മലയാളത്തിലൊക്കെ ഒത്തിരി കുട്ടികളുണ്ട്, കെമിസ്ട്രിയിൽ ആളുകൾ കുറവാണ്, ഇയാൾ കെമിസ്ട്രി ചേരട്ടെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ശരി എന്തായാലും കെമിസ്ട്രി ചേരാം. അങ്ങനെയാണ് ഞാൻ കെമിസ്ട്രി ചേരുന്നത്. ആ കെമിസ്ട്രി ഞാനവിടെ ചേർന്ന് പിന്നെ അവിടെ നിന്ന് തന്നെ ഗ്രാജുവേഷൻ ചെയ്തു. അവിടെ നിന്ന് തന്നെ MSc പഠിച്ചു. അതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ തീരുമാനമാണ്. അങ്ങനെ ഞാൻ അവിടെ കെമിസ്ട്രിയിൽ BScയും MScയും പാസ്സായി. പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളും കോളേജിൻ്റെ ബെർസാറും ഒക്കെ കൂടെ ഭരണവാസിച്ചനാണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത്. ഈ BScക്കും MScക്കും ഒക്കെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അപ്പോൾ ഞങ്ങളുടെ വാർഡനാണ്, ചീഫ് വാർഡനാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ തൻ്റെ പരിപാടി? ഇനി നമ്മൾ പ്രാക്ടിക്കൽ കഴിഞ്ഞു, ഇനി തിരിച്ച് വീട്ടിൽ പോകണം, കുമ്പളങ്ങിൽ നിന്ന് വള്ളം വരുന്നുണ്ട്. അന്ന് വള്ളത്തിനാണ് പോകുന്നത്. കാരണം എനിക്ക് കിടക്കയും പുസ്തകങ്ങളും അത് ഒത്തിരി ട്രങ്കൊക്കെ പെട്ടിയൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അത് ബസ്സിന് പോകാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ വഞ്ചി വന്നാൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വഞ്ചി എത്തും. അപ്പോൾ അച്ഛൻ പറഞ്ഞു താനൊരു കാര്യം ചെയ്യും, കെമിസ്ട്രിയുടെ തൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വർഗീസ് സാറിനെ പോയി കാണുക, നാളെ മുതൽ ഡെമോൺസ്ട്രേറ്ററായിട്ട് കെമിസ്ട്രി ജോലി ചെയ്യാം. അപ്പം അന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ ലെക്ചറാവാം. MSc പാസ്സായാലേ ലെക്ചറാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റിസൾട്ട് വരുന്നത് വരെ എന്നോട് പറഞ്ഞു താൻ ഒരു സാറിനെ കണ്ട് അനുവാദം വാങ്ങിച്ചിട്ട് നാളെ മുതൽ കോളേജിൽ വന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, അധ്യാപകരുടെ ലോഡ്ജുണ്ട് വേറെ, അവിടെ പോയി താമസം തുടങ്ങിക്കൊള്ളു. ഞാൻ നേരെ സാറിനെ പോയി കണ്ടു, വർഗീസ് സാറിനെ കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛനും പറഞ്ഞിട്ടാണ് വരുന്നത്, സാറിനെ കാണാൻ പറഞ്ഞു. അച്ഛനോട് പറഞ്ഞിരുന്നു താൻ നാളെ മുതൽ വന്ന് ഡെമോൺസ്ട്രേറ്റർ ആയിക്കോളൂ. ഞാൻ നേരെ എൻ്റെ പെട്ടിക്കടയൊക്കെ എടുത്തുകൊണ്ടുപോയി അധ്യാപകരുടെ ലോഡ്ജിലേക്ക് മാറി. പിറ്റേ ദിവസം തന്നെ കോളേജ് വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് എന്നെ പലരും വിളിച്ചിരുന്നത് ആത്മാവെന്നാണ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ആത്മാവേ എന്ന് വിളിക്കും. കാരണം എനിക്കന്ന് ഏകദേശം 30-35 കിലോയേ ഉള്ളൂ. ഞാൻ അത്രയും വെയിറ്റ് കുറവാണ്. പക്ഷെ ഞാൻ നന്നായിട്ട് ക്ലാസ് എടുത്തിരുന്നു എന്നാണ് പിന്നീട് തെളിയിക്കപ്പെട്ടത്. വെക്കേഷൻ കാലത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുണ്ട്. അന്ന് ഞാൻ അത്തരം ക്ലാസ്സുകളിൽ പോവുകയും പഠിക്കുകയും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ക്ലാസ്സിലെടുക്കുകയൊക്കെ ചെയ്ത് അത് അറ്റൻഡ് ചെയ്ത വർഗീസ് സാർ ഉൾപ്പെടെ, ഗോപാൽ സാർ രണ്ടാമൻ, അതേപോലെ തോമസ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എടുക്കുന്നുണ്ട്, സിമ്പിളായിട്ട് കെമിസ്ട്രി എടുക്കാൻ കഴിയുന്നു. അപ്പോൾ എൻ്റെ അധ്യയന ജീവിതത്തിലെ വലിയൊരു മാറ്റമായിട്ടാണ് ഞാനിത് കണ്ടത്. അപ്പോൾ കുമ്പളങ്ങയിൽ നിന്നും ഹൈസ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് തേവരയിലെത്താൻ കാരണം എൻ്റെ മൂത്ത സഹോദരൻ അവിടുത്തെ വിദ്യാർത്ഥിയായതുകൊണ്ട് അവിടെ നിന്ന് മലയാളം ആഗ്രഹിച്ച് ഞാൻ കെമിസ്ട്രിയിലേക്ക് പോയി. ആ കെമിസ്ട്രിയിൽ നിന്നുകൊണ്ട് ഞാൻ MSc പാസ്. അതുമാത്രമല്ല പിന്നീട് അന്നത്തെ പ്രഗത്ഭൻ ഡോക്ടർ AN മേനനുണ്ട്, അദ്ദേഹം വലിയ
ശാസ്ത്രജ്ഞനും അധ്യാപകനുമാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രിയുടെ ഹെഡാണ് അദ്ദേഹം. ഞങ്ങൾ തേവര കോളേജിൽ MSc തുടങ്ങിയപ്പോൾ ഈ MSc വിഭാഗത്തിൻ്റെ തലവനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ശിക്ഷണം വന്നു. അന്നൊരു IR സാറുണ്ട്, അമേരിക്കയിൽ പോയി പഠിച്ചു വന്ന്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അന്ന് ഡോക്ടറേറ്റിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി, റിസർച്ച് തുടങ്ങി. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ മാറിയത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ കെമിസ്ട്രി എടുത്തത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു തുടക്കമാണ് തേവര കോളേജിൽ വന്ന് പഠിച്ച് അധ്യാപകനായി ഉള്ള മുന്നോട്ടുള്ള ജീവിതം.